നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ അവിടെ 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് പുണ്യവസ്തുക്കളും അതുപോലെ പ്രത്യേകതയാർന്ന വഴിപാട് സാധനങ്ങളും ഒക്കെ തന്നെ അവിടെ എത്തിക്കുന്ന ഒരു പതിവുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമന് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണപാതുകം ഒരാൾ സമ്മാനിക്കുന്നു. അതുപോലെ വലിയ ഭീമൻ മണി സമ്മാനിക്കുന്നു. അതുപോലെ പ്രതിമകൾ, അവിടെ പുണ്യതീർത്ഥങ്ങൾ, കല്ലുകൾ, നേരത്തെ വെള്ളി ഇഷ്ടികകളൊക്കെ ഒരുപാട് പേർ കൊടുത്തതായുള്ള വാർത്തകളുണ്ടായിരുന്നു. അതായത് എല്ലാവരുടെയും ഒരു വഴിപാടായിട്ട് പ്രത്യേകതകളാർന്ന ഒരുപാട് വിഭവങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാൽനട യാത്രയായും മറ്റും ആളുകൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ ക്ഷേത്രത്തിലെ പല സാധനങ്ങളും ഒന്നും വില കൊടുത്ത് വാങ്ങിയതല്ല, എല്ലാം ഇതുപോലെ ഭക്തരുടെ വഴിപാടായി വിദേശത്തു നിന്ന് അടക്കം ഭക്തർ വഴിപാടായി അനവധി സാധനങ്ങളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രാദേശികമായ, അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രാദേശികമായ ഒരു പുണ്യ സാധനം അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാർന്നൊരു സാധനം, അതും ശ്രീരാമന് വഴിപാടായി സമർപ്പിക്കുന്ന പതിവുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒരു സാധനം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. പ്രതിഷ്ഠ ചടങ്ങുകളോടനുബന്ധിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉപഹാരമായി ഓണവില്ല് സമർപ്പിക്കും. നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ, നമ്മുടെ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായ ഒരു സംവിധാനമാണ് ഓണവില്ല് എന്ന് പറയുന്നത്. ഓണത്തിന് പ്രത്യേകമായി നിർമ്മിക്കുന്ന, പ്രത്യേക കുടുംബങ്ങൾ നിർമ്മിക്കുന്ന വില്ലാണ് ഓണവില്ല്. ഓണവില്ലിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം, വാർത്തകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ, തുളസി ഭാസ്കരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ മഹേഷ് എന്നിവർ ശ്രീരാമതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികൾക്ക് ഓണവില്ല് കൈമാറും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് ഓണവില്ല് കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-നാണ് ഭഗവാന് ഓണവില്ല് സമർപ്പിക്കുക. ഓണവില്ല് ആയിരങ്ങളുടെ നാമജപത്തോടെ നഗരപ്രദക്ഷിണത്തിന് ശേഷം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ജനുവരി 21-ന് വിമാനമാർഗമാണ് ഓണവില്ല് അയോധ്യയിൽ എത്തിക്കുന്നത്. അതായത് ഓരോ പ്രദേശങ്ങളിലെയും പ്രത്യേകതകളാർന്ന പുണ്യ വസ്തുക്കൾ ഇതുപോലെ അയോധ്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 22-ാം തീയതി ഇത് സൂക്ഷിക്കാനായി പ്രത്യേക സംവിധാനം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ എത്തുന്ന മണി, വഴിപാട് വസ്തുക്കൾ, മറ്റ് സാധനങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേക സംവിധാനം തന്നെ അവിടെ അയോധ്യ ശ്രീരാമക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ടായിരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലും, അയോധ്യയിലെ ശ്രീരാമ ഭഗവാനുള്ള കാണിക്കയായുള്ള ഓണവില്ലും കൊണ്ടുപോകുന്നത്.